കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ മുൻവശത്ത് ഇരുവശങ്ങളിലുമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് വലിയ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു. മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്നതിനാൽ വഴി തിരിച്ചുവിടുന്ന സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ ഇതുവഴി എത്തുന്നതാണ് ഗതാഗത തടസ്സത്തിന് പ്രധാന കാരണം. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ KSRTC സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നുപോകുന്നത്. പൊതുവെ വീതി കുറഞ്ഞ റോഡിലൂടെ വലിയ വാഹനങ്ങൾ എത്തുന്നതാണ് ഗതാഗതക്കുരുക്കിന് ഇടയാക്കുന്നത്. രാവിലെയും വലിയ ഗതാഗതക്കുരുക്കാണ് താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ ഉണ്ടായത്. മുനിസിപ്പാലിറ്റി നേരത്തെ കമ്മിറ്റി കൂടി തീരുമാനിച്ചാണ് ആശുപത്രിയുടെ വാതക്കല് ഒരു സൈഡിലെ പാർക്കിംഗ് ഒഴിവാക്കി ഒരു സൈഡിൽ മാത്രമായിട്ട് പാർക്കിംഗ് വെക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് യാതൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഈ പണ്ടത്തേതിൻ്റെ പിന്നത്തേന്ന് പറഞ്ഞ പോലെ വാഹന പാർക്കിംഗ് കൂടിയിട്ടുള്ളതല്ലാതെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതിന് നിങ്ങൾ മുനിസിപ്പാലിറ്റി ഇതിന് തീരുമാനമെടുത്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികളും ഈ നാട്ടുകാരായ പൊതുജനങ്ങളും കൂടി വയസ്സായ ആപാലപ്പെടുത്തുന്ന ജനങ്ങൾ റോഡിലിറങ്ങി പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്ക് ഇതിന് തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരപരിപാടികളുമായിട്ടും ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുമെന്ന് ഈ മുനിസിപ്പാലിറ്റിക്കും കൗൺസിലറോടും അറിയിക്കുകയാണ്. അധികാരികൾ ഇന്ന് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചേ പറ്റൂ. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആശുപത്രിക്ക് മുന്നിലായി റോഡിന്റെ ഇരുവശങ്ങളിലും തലങ്ങും വിലങ്ങും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും തലവേദനയാണ്. 20 ഏക്കർ താലൂക്ക് ആശുപത്രി റോഡിലൂടെയുള്ള വലിയ വാഹനങ്ങളുടെ പ്രവേശനം നിയന്ത്രിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. തകർന്നു കിടക്കുന്ന റോഡിന്റെ നവീകരണത്തിനായി ഏറെ കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ച തുക എവിടെയെന്നും നാട്ടുകാർ ചോദിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.